വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ ഇങ്ങോട്ട് അടുത്ത് വരികയാണ്. വിഷുവിന് ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷെ നാട്ടിലൊക്കെ നല്ല ആഘോഷങ്ങളൊക്കെയാണ്. എനിക്കറിയാം, എല്ലാവരും ഓരോ വീടുകളിലൊക്കെ പോകുന്നു, വിസിറ്റ് ചെയ്യുന്നു, ഫാമിലിനെ കാണുന്നു. ഈവൻ കോവിഡ് പ്രൊട്ടക്ഷനൊക്കെ മാസ്ക് ഒക്കെ ധരിച്ചും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എല്ലായിടത്തും പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ കാണിക്കുന്നൊരു വീഡിയോ ആണിത്. ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുള്ള എൻ്റെ സാരികളുടെയൊക്കെ കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പഴയ കുറച്ച് സെറ്റും മുണ്ടും അതിൻ്റെ ബ്ലൗസുകളും ഒക്കെയാണ് കാണിക്കുന്നത്. ഞാൻ എവിടെ നിന്നാണ് കുറച്ച് സെറ്റുകളൊക്കെ മേടിച്ചതെന്നും പിന്നെ ഇവിടെ UK എവിടെയൊക്കെയാണ് സെറ്റ് മുണ്ടൊക്കെ കിട്ടുന്നതെന്നും ഒക്കെയുള്ള ഞാൻ എവിടെ നിന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പം നിങ്ങളെൻ്റെ സാരിയുടെ കളക്ഷൻ്റെ വീഡിയോ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഞാൻ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് സീനിയർ കെയറിൻ്റെ ഒക്കെ പറഞ്ഞ്. ഞാൻ നാളെ ഒരു ലൈവ് വീഡിയോ വരണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, എനിക്ക് പറ്റുവാണെങ്കിൽ ഞാനൊരു ലൈവ് വീഡിയോ ഉടനെ ചെയ്യും. എനിക്ക് ഇച്ചിരി സുഖമില്ലായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങൾക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ എന്നിട്ട് കമൻ്റ് ആയിട്ട് ഇടുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഫുൾ ആൻസേഴ്സ് ഞാനിങ്ങനെ കമൻറ്റിന് എഴുതുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് എഴുതിയിട്ട് വരുമ്പോഴുള്ള കമൻറ്റുകൾ ആദ്യം ഞാൻ പ്രിഫർ ചെയ്ത് വായിക്കുന്നത്. നമ്മൾ സമയം ഒന്നാമതില്ല. പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ പറയാൻ ഞാൻ റെസ്പോൺസിബിൾ ആണല്ലോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, നമുക്ക് ആരുമായിട്ടും ഇതൊന്നുമില്ല കേട്ടോ. ഞാനതൊക്കെ പിന്നെ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് എൻ്റെ സെറ്റ് കളക്ഷൻ. ഓക്കെ, സെറ്റൊക്കെ മുണ്ടൊക്കെ ഇരിക്കുന്നത് ഈ കബോർഡിലാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ തല്ലിക്കൊല്ലും, വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ. പുള്ളി നല്ല അടിക്ക് പിറക്കി നീറ്റായിട്ട് ഇത് മൊത്തം എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ പുള്ളിക്കാരൻ വെച്ചേക്കുന്നതാണ്. സെറ്റ് മുണ്ട് മാത്രമല്ല, സാരി, ബ്ലൗസ്, സ്കേർട്ട് എല്ലാം ഉണ്ട്. സാരി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഞാൻ അധികമൊന്നുമില്ല, കുറച്ച് സെറ്റ് മുണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെയാണ് UK കിട്ടുന്നതെന്ന്, എങ്ങനെയാണ് മേടിക്കുന്നതെന്നും അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സെറ്റ് മുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ നാട്ടിൽ തക്കടൂവിന് അല്ല, ഇത് ഞാൻ നമ്മുടെ നല്ല ബ്ലൂ കളറിൻ്റെ ഞാൻ കാണിച്ചു തരാം. ബ്ലൂ കളറിൻ്റെ സ്വർണ്ണ കസമൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്. UK മേടിച്ച കേട്ടോ, ഓൺലൈനിൽ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ വെയിൽ ഇങ്ങനെ സ്വർണ്ണ. ഇങ്ങോട്ട് മാറ്റി കാണിക്കാം, എന്നാലും നിങ്ങൾക്കിത് കാണാൻ പറ്റത്തുള്ളൂ കറക്റ്റായിട്ട്. കണ്ടോ, എന്നിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തതാണ്. കണ്ടോ, ഓക്കെ. ഇതുണ്ടോ, ഞാനിങ്ങനെ ഇവിടെ കല്ലൊക്കെ ഇപ്പം പോയി ഇത് മുത്ത് ബ്ലാക്ക് മുത്ത് വെച്ചാണ് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വയമായിട്ട് ചെയ്തതാണ്. കയ്യൊക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. ശരിക്കും തയ്ച്ച് വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്ലെയിൻ സെറ്റ് മേടിച്ച് എന്നാ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ബ്ലൗസിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്ക് തന്നെ ഓരോ ഡിസൈനൊക്കെ ചെയ്യാം. അപ്പം ഇതാണ് ആ ഒരു. പിന്നെ ഞാൻ അത്തേൽ ഞാൻ പറയുന്നത് അതിൻ്റെ മുണ്ട ആണ്. ഇപ്പോൾ ഇത് മുണ്ടയിൽ ഞാൻ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്. മുണ്ടയിൽ ഞാൻ എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ കല്ല് വെച്ചായിരുന്നു. കല്ലല്ല, കുഞ്ഞ് ഗ്ലാസ് മേടിച്ചിട്ട് ഇവിടുന്ന് ഹോബി ക്രാഫ്റ്റിൽ നിന്ന് ഇങ്ങനെ കല്ല് കിട്ടി. അപ്പം ഞാനത് മേടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ, ഇത് റാണി ചേച്ചിയുടെ സ്റ്റൈലാട്ടോ. ഞാൻ ഇങ്ങനെ തയ്ക്കാൻ പഠിച്ച അങ്ങനെ. അപ്പം ഞാനിങ്ങനെ കല്ലും ഇത് ഇങ്ങനെ ഗ്ലാസിൻ്റെ ബീഡ് മേടിച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് വെച്ചതാണ് ഇത് മൊത്തം ഇങ്ങനെ. അപ്പം എന്നിട്ട് കറുത്ത ബ്ലൗസ് ഇടാൻ കേട്ടോ, ഈ പൂജയ്ക്ക് വേണ്ടി മേടിച്ചത് കേട്ടോ ആക്ച്വലി. അപ്പം അതാണ് ഒരു സെറ്റ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിക്കാം. ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈനിൽ ഒരു ബ്ലൗസ് മേടിച്ചു. എന്നിട്ട് എനിക്ക് വലിയ ഭംഗിയൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ, എനിക്ക് വർക്കൊന്നും അങ്ങനെ ചെയ്യാനില്ല. ഇത് മൊത്തം ഞാൻ ചെയ്ത വർക്കാണ്. കണ്ടോ, ഇങ്ങനെ കുഞ്ഞ് മുത്തുകളൊക്കെ വെച്ചിട്ട് സീക്വൻസ് വെച്ച് അതിൻ്റെ അകത്ത് കൂടെ മുത്ത്. ഇതൊക്കെ റാണി ചേച്ചിയുടെ ഐഡിയ. ഞാനിങ്ങനെ ചുമ്മാ പയ്യെ നോക്കിയതാണ്. എന്നിട്ട് ഇതുപോലത്തെ ബ്ലൗസേൽ അതുപോലെ മുത്തൊക്കെ മേടിച്ചിട്ട് ഇതുപോലത്തേലും ഇങ്ങനെ ഗ്ലാസ് വെച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞ് മുത്തുകളൊക്കെ വെച്ച് ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ചെയ്തു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ലെന്തുള്ള കൈയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതാണ് ഒരു സെറ്റുമുണ്ട്. പിന്നെ രണ്ടാമത്തെ സെറ്റുമുണ്ട് പ്ലെയിൻ നോർമൽ, നമ്മൾ സാധാരണ സെറ്റുമുണ്ടാണ്, ഒന്നുമില്ല.
ഫുൾ ലോങ് കസവുള്ള സെറ്റുമുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയാണിത്. അപ്പം ഇതായിരുന്നു. അപ്പം അതിന് ഒന്നും അത്ര കാണിക്കാനായിട്ടൊന്നുമില്ല, കണ്ടോ ഇങ്ങനെ. ഓക്കെ, നോർമൽ സെറ്റുമുണ്ട്. ഓക്കെ, അതും അതിൻ്റെ ഇതും അതുപോലെ തന്നെ പ്ലെയിൻ. നമുക്ക് ആ നിത്തയിലൊക്കെ ആണെങ്കിൽ നമുക്കിനി ഇപ്പം നമുക്കൊരു ബ്ലൗസ് ഉണ്ട്, നമുക്ക് വേറൊരു കളറാണ് ഇതുണ്ടെങ്കിൽ ഇതിന് ബ്ലൗസ് മേടിക്കുക, എന്നിട്ട് ഇത്തരം എന്തെങ്കിലുമൊക്കെ കല്ല് പിടിപ്പിക്കുകയോ ത്രെഡ് വർക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്വയമായിട്ട് ചെയ്യാമല്ലോ. ഇപ്പം എന്നും ഈ ഗോൾഡൻ വർക്കിന് തന്നെ ഇടണമെന്നില്ലല്ലോ. അപ്പം അതിനൊക്കെയാണ് ഇങ്ങനെ പ്ലെയിൻ മേടിക്കലാണ് നല്ലത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വയമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഒത്തിരി നല്ലത്. ഓക്കെ, ഇത് പ്ലെയിൻ സെറ്റുമുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിഷ്ടമുള്ള വേറെ സെറ്റുമുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ സിൽവർ ക്ലൗഡ്സിന് മേടിച്ചാണ്. ഇപ്പം പിന്നെ ടീന റെയ്നോൾഡ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ആയിരുന്നു നടത്തിക്കൊണ്ടത്. പുള്ളിക്കാരത്തി അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് നീട്ടി കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ സെറ്റുമുണ്ട്. ഒരു മിനിറ്റ്, ഇനി ഇവിടെ കൊണ്ടൊന്നും പൊക്കി കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ കഥകളിയുടെ പാറ്റേണുള്ള നല്ല സെറ്റുമുണ്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിന് പച്ച കളർ ബ്ലൗസാട്ടോ ഇട്ടത്. ഇതിങ്ങനെ നല്ല ഇത് പ്യുവർ വൈറ്റ് അല്ല, ഇങ്ങനെ ഒരു ഗോൾഡൻ സിൽക്കി ആയിട്ടുള്ള, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നല്ലതല്ലേ കാണാനായിട്ട്. ഓക്കെ ഓക്കെ അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ ഇത്. മുണ്ട് ഉടുക്കണ അപ്പയിൽ നല്ല മുഴുത്ത ഒരു എന്താ പറയുന്നത്, മുഴുത്ത കഥകളിയുടെ ഇതാണ്. ഇത് നമുക്ക് റെഡ് കളർ ബ്ലൗസോ പച്ച കളർ ബ്ലൗസോ ഗോൾഡൻ കളർ ബ്ലൗസോ ഏത് വേണേലും നമുക്ക് ഇടാം. അതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ഫുള്ള് കണ്ടോ വലിയ കഥകളിയുടെ രൂപമാണ്, കണ്ടോ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ഇത്. അപ്പോൾ UK-യിലാണെങ്കിലും നമുക്ക് സെറ്റുമുണ്ട് കൊടുക്കണമെങ്കിൽ മേടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, മേടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ eBayയിൽ കിട്ടും. ഇവിടെ ഇപ്പം ഒരു പുതുതായിട്ടൊരു ബൊട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്, ജിമിക്ക് കമ്മൽ എന്ന് പറഞ്ഞു. സിന്ധു എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് നടത്തുന്നത്. നിങ്ങളിവിടെ UK-യിലുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ മേടിക്കാം. അപ്പം വിഷു ഓണം ഒക്കെ അല്ലേ വരുന്നത്. അപ്പം മേടിച്ചു വെക്കാം. നല്ല ബ്ലൗസും മെറ്റീരിയലും അവർ നാട്ടിലും അയച്ചു കൊടുക്കും, ഇവിടെ അയച്ചു കൊടുക്കും കേട്ടോ. അപ്പം ഞാനത് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനാണെങ്കിൽ അപ്പം അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും സെറ്റും മുണ്ടും അതുപോലെ തന്നെ അച്ഛനുള്ള മുണ്ടും അവർ ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ, അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ വീട്ടിൽ അപ്പം നമ്മുടെ വീട്ടിലത് കിട്ടി. അപ്പോൾ വിഷുവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ അല്ലെങ്കിൽ ഓണത്തിന് സെറ്റും മുണ്ടൊക്കെ കൊടുക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ജിമിക്ക് കമ്മൽ ബൊട്ടിക്കിനെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല മാലകളും വളകളും ചേരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വേറൊരു സെറ്റുമുണ്ട്. പ്ലെയിനാണ് ഇത്. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടം, നിങ്ങൾക്കറിയാലോ. ഇത് എൻ്റെ ഫസ്റ്റ് 2011 മേടിച്ചതാണ്. അത് ഓണപ്പരിപാടിക്ക് വേണ്ടി മേടിച്ചതാണ്. 2011 നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഓണപ്പരിപാടിക്ക് ഇടാനായിട്ട്, പീറ്റേഴ്സ്വെല്ലിൽ ഓണത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ എന്നോട് അറ്റാച്ച് ചെയ്തില്ല. കണ്ടോ, പ്ലെയിൻ ആണ്. ഗോൾഡൻ കസവ് റെഡിൻ്റെ ബോർഡറിൽ വെച്ചേക്കുന്നത്. ഇതിന് നമുക്ക് ചുമല ബ്ലൗസ് ഇടാം. എല്ലാ സെറ്റും മുണ്ടിനും നമുക്ക് ഗോൾഡൻ ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ആ കരയുടെ ഏതാണോ ആ കരയുടെ ഇതെല്ലാം. ഓക്കെ, അപ്പം ഇതാണ് വേറെ ഇത്. പിന്നെ വേറൊരു സെറ്റുമുണ്ട്. ഇതാണ് പർപ്പിൾ കളറ്, കണ്ടാ, പർപ്പിൾ കളർ കരയായിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. ഇത് ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് മേടിച്ചത് കേട്ടോ, ഈ കളർ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിന് എനിക്ക് ഈ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞങ്ങൾ ഉടുത്ത് ആകെ കുളമായിട്ടിരിക്കുകയാണ് ഇതൊക്കെ. ഇതിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഉടുക്കുന്നതും ചുറ്റുന്നതും ഇതാണ്, നല്ല കസവ്. ഓക്കെ, ഇതാട്ടോ, ഇതായിരുന്നു ഞാൻ കല്യാൺ സിൽക്സിൽ എടുത്താണ്. അപ്പോൾ എൻ്റെ അമ്മ തയ്ച്ചു തന്നതാണ് ഈ ബ്ലൗസ്. ഇത് കണ്ടോ, ഇങ്ങനെ ചുരുക്കൊക്കെ വെച്ച് നല്ല അടിപൊളി ബ്ലൗസാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഇടാൻ പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. നല്ല അടിപൊളി ബ്ലൗസ്, എനിക്കിതൊന്നും എൻജോയ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നല്ല ബ്ലൗസാട്ടോ.
അതാണ് എൻ്റെ ഒരു ബ്ലൗസ്. ഇനി മനസ്സിലായിട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ, ഈ സെറ്റുമുണ്ട്, അടിപൊളിയാണ്. ഇതെനിക്ക് രജനി ചേച്ചി മേടിച്ചതെന്നാണ് ഇവിടെയുള്ള. ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. ഞാനിത് ഓണത്തിന് ഇട്ടതാണിത്. സൈഡൊക്കെ ഞാൻ അടിച്ചതാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നിറച്ച് എനിക്ക് ഈ കല്ല് വർക്കും ഗ്ലാസ് വർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് കസവാണ്, ബിഗ് കസവ്. എന്നിട്ട് അതിൽ നിറച്ചും ഇങ്ങനെ സ്റ്റോൺ വർക്കാട്ടോ. ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെയാണ്. അതുപോലെ സ്റ്റോൺ വർക്കാണ്. ഇങ്ങനെ സ്റ്റോൺ വർക്ക് മൊത്തം ഇതുപോലെ സ്റ്റോൺ വർക്കാണ്. ഇതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ സ്റ്റോൺ വർക്ക്. പിന്നെ നിങ്ങൾക്ക് ഈബേയിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ കിട്ടുമല്ലോ ഇഷ്ടമായ സെറ്റുമുണ്ട്. പിന്നെ ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പിന്നെ മലബാർ സിൽക്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പിന്നെ ചെന്നൈ സിൽക്സില്ലേ, പൂത്തി സിൽക്ക്, അതിൽ നിന്നൊക്കെ ഞാൻ സെറ്റുമുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട്. ഇപ്പം ഇവിടെ നോക്കാനൊക്കെ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് ലെവലൊന്നും ആകുന്നില്ല. അതിൻ്റെ മുന്താണി നല്ല പുതയ്ക്കുന്ന എന്തൊരു ഭംഗിയാണെന്നറിയാം. അതെ, അതിന് നല്ല സ്വർണ്ണ കളറ് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് മേടിച്ചെന്നാണ് കേട്ടോ പറഞ്ഞത്. വേണ്ട നല്ല ഇതൊക്കെ അടിപൊളിയാണ്. വേണ്ട നല്ല അടിപൊളി സെറ്റുമുണ്ടാണ്. ഇതിന് 4 സൈഡിലൊക്കെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സെറ്റുമുണ്ട്. അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിക്കാവേ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. പക്ഷേ ബ്ലൗസിൽ ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ അന്ന് ചെയ്തു വെച്ച ഓരോ പണികളാണ്. ഈ റാണി സോൾട്ട് ആൻഡ് പെപ്പറിൽ ചെയ്തിട്ടുള്ള പണികളാട്ടോ. അത്ര വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മുടെ ദിവസം ചേച്ചി പറഞ്ഞാൽ നമ്മളെ ആരാ പോലീസ് വിളിക്കുന്നത്, പോലീസൊന്നും പിടിക്കാൻ വേണ്ടിയില്ലേ. ഇതുപോലെ ഞാനിങ്ങനെ കല്ലൊക്കെ ഞാൻ തന്നെ വെച്ചു. ഇവിടെ കുറച്ച് മുത്തൊക്കെ ഉണ്ടായിരുന്നേ. ബ്ലൗസ് കഴിയപ്പോൾ അതൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ മുകളിലും ഇതുപോലെ മുത്തൊക്കെ വെച്ചാണ് ഇനിയും പിടിപ്പിക്കുക. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കത്തല്ലേ. ഇത് ആക്ച്വലി ഈ ബ്ലൗസിൽ തന്നെ ഉണ്ടായിരുന്ന വർക്ക്. അപ്പം ഞാൻ ഓർത്തു ബാക്കി സ്ഥലത്തൊന്നും വർക്കൊന്നുമില്ല, എന്നാൽ പിന്നെ കുറേ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചങ്ങ് പഠിപ്പിച്ചാണ്. അതായത് എനിക്കിഷ്ടപ്പെട്ടു. ഞാനും ഇൻട്രസ്റ്റാണ്. വലിയ വൃത്തിയൊന്നും ഇല്ല, കുഴപ്പമില്ല. ആര് കാണാനാ. പിന്നെ മുടിയുള്ളതുകൊണ്ട് നമുക്ക് മുടി അവിടെ കണ്ടു വെച്ചേക്കുന്നൊരു ഗോൾഡൻ ബ്ലൗസാണ്. നമുക്ക് സെറ്റിൻ്റെ ഏത് ബ്ലൗസിന് വേണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ബ്ലൗസ് മേടിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് സെറ്റിൻ്റെ എല്ലാ സെറ്റിൻ്റെയും കൂടത്തിൽ ഈ ബ്ലൗസ് പോകും. ഒരു കുഴപ്പമില്ല ആ സെറ്റ് മുണ്ടിൻ്റെ കൂടത്തിൽ. ഇത് ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് മേടിച്ച കേട്ടോ നാട്ടിൽ പോയപ്പം. അതാണ് ഈ ബ്ലൗസ്. എൻ്റെ അമ്മയാണ് എല്ലാ ബ്ലൗസും എനിക്ക് തയ്ച്ചു തരുന്നത്. വനിതാ ടൈലേഴ്സ് കുറവലങ്ങാട് കൂടുതലൊരു ബിസിനസ്. പിന്നെ ഇത് ഞാൻ ഒരു വയലറ്റ് കളർ സെറ്റുമുണ്ട് കാണിച്ചില്ലേ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുണി, ബ്ലൗസിൻ്റെ തുണി ആ സെറ്റുമുണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തയ്ച്ചത്. പക്ഷേ അതിന് ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ആ മറ്റേ കല്യാൺ സിൽക്സിൽ അതിൻ്റെ ആ ബ്ലൗസ് എടുത്തോണ്ട് എനിക്ക് അതായിരുന്നു ഇഷ്ടം. പിന്നെ നിങ്ങളെ കാണിക്കേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ, എൻ്റെ സ്പെഷ്യൽ സെറ്റുമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം നാട്ടിൽ പോയപ്പം പറഞ്ഞ് മുരൾപ്രിയ എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ലേഡിയുണ്ട്. നാട്ടിൽ തൃശ്ശൂരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഏത് ഡിസൈനാണ് എനിക്ക് വേണ്ടത്. എനിക്ക് മഞ്ഞ കളർ വിഷുവിൻ്റെ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ബിജിച്ചിയുടെ ആങ്ങളുടെ കല്യാണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ മഞ്ഞ കളറ് ഡ്രസ്സ് കോസ്റ്റ്യൂം വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് കല്യാണമൊക്കെ ഇല്ല. അപ്പോൾ സാരി കൊടുക്കാനൊക്കെ ഭയങ്കര അറിയാൻ മേല. സെറ്റുമുണ്ട് കൊടുക്കാനും പ്രോപ്പറായിട്ട് വരില്ല. പിന്നെ സമയം ഒത്തിരി പോലും, ഒത്തിരി ദൂരമാണ്. കോന്നിയിലായിരുന്നു കല്യാണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കേർട്ടും അതിൻ്റെ കൂടുതൽ ധാവണി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ആൻറ്റിമാരൊക്കെ അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരത്തെ എനിക്ക് പെയിൻറ്റ് തുണി പുള്ളിക്കാരി എന്നെ കടയിൽ കൊണ്ട് കാണിച്ച് എടുത്തതാണ്. പക്ഷേ എനിക്ക് തുണി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു. ഇതാണ് ഒരു തുണി, മഞ്ഞ സ്കേർട്ട്. ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റും. എന്നിട്ട് ഇതുണ്ടോ പെയിൻറ്റ്, പുള്ളിക്കാരി പെയിൻറ്റ് അടിച്ചേക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ
ഓടക്കുഴലും മൈപ്പീലിയും വിഷുവിൻ്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാമല്ലേ? ഇങ്ങനെ ഫുള്ള് അത് തന്നെ, പുറകിലും അത് തന്നെയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇടാം. അപ്പം വിഷുവിനൊക്കെ നമുക്ക് അല്ലെങ്കിൽ ശിവരാത്രിക്ക് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോയൊക്കെ വരച്ച് നമുക്ക് ഫാമിലിക്ക് മൊത്തം വേണമെങ്കിൽ പുള്ളിക്കാരി ചെയ്തു തരും, ഡെലിവറി ചെയ്യും കേട്ടോ. അപ്പം അതിൻ്റെ ബ്ലൗസിനും അങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ബ്ലൗസ് ഇതാണ്, കൃഷ്ണനാണ്, എനിക്കിഷ്ടമായുണ്ട്. കൃഷ്ണൻ 2 കൈയുടെ ഇതിലും കൃഷ്ണനാണ് കേട്ടോ. മൂന്ന് പെയിൻറ്റ് വർക്ക് പുള്ളിക്കാരി ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് പുള്ളിക്കാരത്തിൻ്റെ ലിങ്കും ഞാനിതിനകത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, എനിക്ക് കണിക്കൊന്ന വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുണ്ടും ഷർട്ടും മോൻ്റെ ഞാൻ ഉള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം അല്ലേ ഇത് കണ്ടോ, ഇതാണ്. ഇത് ഞാൻ ഒന്ന് വിടർത്തി നിങ്ങളെ വേണം കാണിച്ചു തരാം. കണിക്കൊന്ന പൂവാട്ടോ ഇത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ നിങ്ങൾക്ക്? കണിക്കൊന്നപ്പൂ. പിന്നെ ദേ ഇവിടെ നിറച്ചും കണിക്കൊന്നപ്പൂ. കണ്ടോ, എന്ത് ഭംഗിയല്ലേ? കണ്ടോ, അടിപൊളി. അപ്പം ഇത് മൂരിൽപ്രിയ ഹാൻഡ്മെയ്ഡിന് ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ജിമ്മി കമ്മലിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ കന്യാസിൽക്കും പോത്തി സിൽക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഒരു ടൈപ്പോ അല്ലാതെ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല കേട്ടോ. ഞാൻ മേടിച്ചതും ഇവിടെയുള്ള യുക്കെയിലുള്ളവർക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ നാട്ടിലുള്ളവരാണേലും ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ നല്ല സെറ്റുമുണ്ടും അതിനുള്ള മാച്ചിങ് ബ്ലൗസും കമ്മലും ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഫാമിലിയായിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ മാച്ച് ചെയ്ത് മേടിക്കാം എന്നൊക്കെ പറയാനായിട്ടാണ്. അതുപോലെ തന്നെ ആശ എന്ന് പറഞ്ഞ ഇതുണ്ടായിരുന്നു, ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം. അവരോട് കുറേ ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വിഷുവിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.